ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 5-ന്റെ 25 മുതൽ 28 വരെ. നിന്റെ പ്രതിയോഗിയോട് കൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക. അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ ക്ഷേപകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായിപ്പോവും. ഒടുവിലത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. വ്യഭിചാരം ചെയ്യരുത് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന സാധാരണ കാര്യങ്ങളാണ് ഏറെ ഗൗരവമുള്ള വിഷയമായി കർത്താവ് അവതരിപ്പിച്ചത്. ഒരു പക്ഷെങ്കിൽ സാരമില്ല എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ, നമ്മൾ ചിലരെയൊക്കെ പാപികൾ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു പ്രെജുഡിയസ് മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാവാം, ഇങ്ങനെയാവാം, എന്തൊക്കെ കാര്യം ചെയ്യുന്നവരാണ് പാപികൾ, അങ്ങനൊരു ലിസ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇതൊക്കെ വിട്ടുപോകാറുണ്ട്. കർത്താവ് പറയുന്ന കാര്യങ്ങൾ അന്നത്തെ പശ്ചാത്തലവുമായി ബന്ധമുള്ളതാണ്. യഹൂദൻ അവൻ്റെ പ്രതിയോഗിയുമായി നിരക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു. പ്രതിയോഗി എന്നുള്ള ഗ്രീക്ക് പദം ആന്റിഡിക്കോസ് എന്നതിന് നിയമപരമായ വ്യവഹാരത്തിലെ എതിരാളി എന്നാണ് അർത്ഥം. ക്രിസ്തുവിനെ എതിർക്കുന്നതിന് മോശെ യഹൂദന്മാരെ കുറ്റപ്പെടുത്തുന്നു. യോഹന്നാൻ 5-ാം അധ്യായം 45-ാം വാക്യം അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. കുറ്റപ്പെടുത്തുക എന്നുള്ളതിനുള്ള പദം കാറ്റഗോറിയ, അതിന് വാദി അല്ലെങ്കിൽ അന്യായക്കാരൻ എന്നാണ് അർത്ഥം. ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്ന മോശയെ അംഗീകരിക്കാൻ അവർക്ക് കഴിയാതെ പോയാൽ അവരെ കാരാഗൃഹത്തിലാക്കും. അതിനുള്ള ഗ്രീക്ക് പദം ഫുലേക്കി എന്നാണ്. അർത്ഥാൽ കാവലിൽ വയ്ക്കുക എന്നാണ് ഇന്ന് യഹൂദജാതിക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷ. ഇത് ഇപ്രകാരമുള്ളതാണ്. ആവർത്തന പുസ്തകത്തിലും യെശയ്യാവിൻ്റെ പ്രവചനത്തിലും ഹോശയ്യയുടെ പുസ്തകത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. അവൻ്റെ പാപത്തിൻ്റെ മുഴു ശിക്ഷയും അനുഭവിച്ച് തീരുമ്പോൾ ഉദ്ധരിക്കപ്പെടും. അപ്പോൾ പ്രതിയോഗിയോട് നിരന്നു കൊള്ളാനുള്ള കൽപ്പനയുണ്ട്. അല്ലെങ്കിൽ പ്രതിയോഗി നിന്റെ മേൽ കുറ്റം ആരോപിക്കും, നിനക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്യും. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്ത് പറയുന്നത് 7-ാം കൽപ്പനയെക്കുറിച്ചാണ്. വ്യഭിചാരം ചെയ്യരുത്. ഈ പാപത്തിൻ്റെ ബാഹ്യ ഒരു ക്രിയയാണ് ന്യായപ്രമാണത്തിൽ കാണുന്നത്. എന്നാൽ പാപം ഹൃദയത്തിലാണ് അങ്കുരിക്കുന്നതെന്ന് കർത്താവ് പറയുന്നു. സാഹചര്യക്കുറവ് നിമിത്തം ബാഹ്യക്രിയ ഉണ്ടായില്ല എന്ന് വരാം. എന്നാലും ഉള്ളിലുള്ള മോഹം ഒരു പാപമായി അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. ഏതൊരുവന്റെ കൈകൊണ്ട് 7-ാം കൽപ്പന എഴുതിയോ ആ ആള് തന്നെയാണ് വ്യഭിചാരത്തിന്റെ വിശദീകരണം തരുന്നത്. ദൈവമാണ് കൽപ്പന നൽകിയത്. അപ്പൊ ദൈവമാണ് ആ കൽപ്പനയെ വ്യാഖ്യാനിക്കുന്നത്. ഇതിന് ഒരു മറു വ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. ന്യായപ്രമാണത്തിന്റെ അല്ലെങ്കിൽ 10 കൽപ്പനകളുടെ വ്യാഖ്യാനം, ദൈവം നൽകിയ കൽപ്പനയുടെ വ്യാഖ്യാനം ദൈവം തന്നെ നൽകുന്നു. വിലക്കപ്പെട്ട ഏതിനോടുമുള്ള ആഗ്രഹവും വ്യഭിചാരമാണ് എന്നാണ് അതിൻ്റെ മറ്റൊരു മീനിങ്. അല്ലെങ്കിൽ പാപത്തിന്റെ ആരംഭം അവിടെയാണ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായ ദാവീദ് തൻ്റെ നോട്ടത്തിലും പിന്നീട് പ്രവൃത്തിയിലും തെറ്റി. തുടർന്ന് കൊലയും നടത്തി. ഒരു പാപവും തനിയെ നിൽക്കില്ല. ശിംശോനും ഇങ്ങനെ തെറ്റിപ്പോയ ഒരാളാണ്. ഇപ്രകാരമുള്ളവർ ശാപയോഗ്യരെന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു. 2 പത്രോസ് 2-ാം അധ്യായത്തിൽ.
അതുകൊണ്ട് ഇയ്യോബിനെ പോലെ ദൈവമക്കൾ കണ്ണുമായി നിയമം ചെയ്യാനുള്ളവരാണ്. ആഡംബരവും വേഷഭ്രമവും ദൈവമക്കൾക്ക് പറ്റിയതാണ് എന്ന് നമുക്ക് കരുതാനാവില്ല. നമ്മൾ ആത്മാവിൽ നടന്നാൽ ജഡത്തിന്റെ ഇച്ഛകളെ നിറവേറ്റാൻ ഒരിക്കലും കഴിയില്ല. വിലക്കപ്പെട്ട വൃക്ഷഫലത്തിലേക്ക് തിരിയാൻ ശ്രമിച്ചാൽ തിരിയുന്ന വാളിന്റെ ജ്വാലയുമായി കെരൂബുകൾ നിൽക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഓർക്കണം. അതുകൊണ്ട് കർത്താവ് തൻ്റെ കേൾവിക്കാരോട്, പ്രത്യേകിച്ച് ശിഷ്യന്മാരോട് പറയുന്ന ഈ ചില സംഗതികൾ ലോക ചരിത്രത്തിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം ഏറെ മൂല്യമുള്ളതായി കരുതപ്പെടുന്നു. അതിൽ നിന്ന് വീണ്ടും പല പ്രമാണങ്ങളും സംഹിതകളുമൊക്കെ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് നിസ്സാരമായി കരുതാനാവില്ല. നമ്മളോട് എതിർത്ത് നിൽക്കുന്നവർ, അല്ലെങ്കിൽ നമ്മൾ ആരോടെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നിയാൽ അവരോട്, അങ്ങനെയുള്ളവരോടൊക്കെ നിരന്നുകൊള്ളാനും ക്ഷമ ചോദിക്കാനും സ്നേഹ ഭാവനയിൽ മുന്നോട്ട് ജീവിക്കാനുമൊക്കെ ഉള്ള അവസരങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിനെ ഗൗരവമായി കാണാനും സ്വീകരിക്കാനും നമുക്ക് കഴിയും. 2025 ആണ്ടിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം, വിനയപ്പെടുത്താം, ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദീർഘക്ഷമയും മഹാദയയും ഞങ്ങളോട് അവിടുന്ന് കാണിക്കുന്നത് ഓർത്ത് സ്തോത്രം. ഒരാണ്ടിൻ്റെ അവസാന മണിക്കൂറുകളിൽ കർത്താവ് ഇന്ന് ഞങ്ങൾ ചിന്തിച്ച വേദഭാഗം അത് ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്യാൻ സഹായിക്കണമേ. മറ്റുള്ളവരോടുള്ള ഞങ്ങളുടെ മനോഭാവത്തിൽ വ്യത്യാസം വരുത്താനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുത്തെ കരുണയിലും കൃപയിലും ആശ്രയിക്കുന്നു. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയും കവിയും ദൈവിക സമാധാനവും അനുഗ്രഹവും നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.